ഇനിയുള്ളത് വൃശ്ചികക്കൂറാണ്. സ്കോർപിയോ എന്നാണ് ഇംഗ്ലീഷിലുള്ള പേര്. വിശാഖം കാല്, അതായത് അവസാനത്തെ ഒരു പാദവും അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിൽ ചൊവ്വയും ശനിയും ഉള്ളതുകൊണ്ട് മാനസികമായിട്ടുള്ള കുറച്ച് ദുരിതം അനുഭവിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ചിന്തകളിലും മറ്റുമൊക്കെ ചില വൈകല്യങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ട് അത് പ്രവർത്തന പഥത്തിലേക്ക്, കർമ്മമേഖലയിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിലുള്ള ജോലിയിലും കർമ്മത്തിൽ ഉള്ള ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. നമ്മുടെ ഇതിനോട് വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ജോലിയിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. സ്പെക്കുലേറ്റീവ് ബിസിനസ്സുമൊക്കെ ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. എന്തെന്നാൽ നിങ്ങളുടെ ചിന്ത വേണ്ടത്ര ശരിയായി പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാലമാണ്. അതുകൊണ്ട് ധനപരമായിട്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ്സോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. കഴിയുന്നത്ര റിസ്ക് എടുക്കാതെ ചെയ്യാവുന്നവ മാത്രം ചെയ്തു പോരാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ കുറച്ച് ആശങ്കകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. മക്കളുടെ പഠിത്തം, അവരുടെ ജോലി, മറ്റു കാര്യങ്ങളുമൊക്കെ അസുഖകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ഇടവന്നേക്കാം ഒരു പക്ഷേ. അതുകൊണ്ടുണ്ടാവുന്ന ആശങ്കകളും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ചില സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും കാരണം ഉണ്ടാകുന്ന ക്ഷീണവും ഉറക്കക്കുറവും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് സുബ്രഹ്മണ്യസ്വാമിയെ, മുരുകനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. മുരുകക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ യഥാശക്തി വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രത്തിൽ അഥവാ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ പായസാദി നിവേദ്യങ്ങളൊക്കെ നടത്തുന്നതുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിലൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.